സ്വാമി ശരണമയ്യപ്പ. എൻ്റെ പേര് എൻ ഗോവിന്ദൻ നമ്പൂതിരി. ശബരിമല ക്ഷേത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാൻ മേൽശാന്തിയാണ്. നീലവനയില്ല, കണ്ടിയൂർ തട്ടാരം പലമ്പിയോ, മാവേലിക്കര. നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ചാരഫലങ്ങളാണ്. ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്ന ദിവസത്തെ ലഗ്നവും ആ ദിവസം ഏതെല്ലാം രാശികളിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥായിയായിട്ടുള്ള ഫലങ്ങൾ. എങ്കിലും ഈ ഫെബ്രുവരി മാസത്തിൽ ചാരവശാൽ അനുഭവപ്പെടാവുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയും അവയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഈശ്വരഭജനവും വഴിപാടുകൾ മുതലായവയെ പറ്റിയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഫലപ്രവചനത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായ ഒരു കാലഘട്ടം അല്ല. പലതരത്തിൽ ഉള്ള പ്രതിസന്ധികളും അനുഭവപ്പെടുകയും തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ പല കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരികയും ചെയ്യുന്നതാണ്. മേലധികാരികളുടെ ശാസനകൾക്കും അതുപോലെ തന്നെ ശിക്ഷണ നടപടികൾക്കും ഒക്കെ വിധേയനാകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കരുതലോടുകൂടി തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കേണ്ടതാണ്. കരാർ അടിസ്ഥാനത്തിൽ തൊഴിലുകൾ എടുത്ത് ചെയ്യുന്നവരും കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ അവർ ഏൽക്കുന്ന ജോലികൾ കൃത്യമായ സമയത്ത് പൂർത്തീകരിക്കുന്നതിന് കഴിയാതെ വരികയും അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരികയും അതിലൂടെ വളരെയധികം സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സമയം ചെലവഴിച്ച് വിദ്യാഭ്യാസം ചെയ്തു എന്നുണ്ടെന്നവരിൽ മാത്രമേ വിദ്യാഭ്യാസത്തിൽ ഒരു മെച്ചപ്പെട്ട നിലവാരം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തികമായ പല പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനും ഉള്ള സാധ്യതകൾ ഉണ്ട്. വിവാഹ ആലോചന നടക്കുന്ന യുവാക്കളെ സംബന്ധിച്ച് വിവാഹത്തിന് അല്പം കൂടി കാലതാമസം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നു. പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് പ്രേമബന്ധങ്ങൾ സഫലീകരിക്കുന്നതിന് കാലതാമസം ഉണ്ടാവുകയും ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ സ്നേഹബന്ധങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മത്സ്യ മേഖലയിലെ വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ഈ പ്രവർത്തന മേഖലയിൽ കൂടുതൽ റിപ്പയറിങ്, അവരുടെ മിഷനറീസിനും അതുപോലെയുള്ള വലയ്ക്കും ഒക്കെ കൂടുതൽ റിപ്പയറിങ്ങും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ വരവിൽ കവിഞ്ഞ് ചിലവ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുള്ള കാലഘട്ടം ആണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കലകൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായി വന്നു ചേരുമെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പലതരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പലതരത്തിലുള്ള ചിലവുകളും പ്രതിസന്ധികളും ഒക്കെ ആ മേഖലയിലും ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിയമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും അവർ വിചാരിക്കുന്ന രീതിയിൽ കേസുകൾ, വഴക്കുകൾ, തർക്കങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിന് കാലതാമസം എടുക്കുകയും യഥാസമയം ആ കേസുകൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് സാധിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട്. സന്താനലബ്ധിക്കായി ദീർഘകാലമായി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയും കഴിയുന്ന യുവാക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും അല്പം കൂടി കാലതാമസം ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക്, തുളസിമാല, കദളിപ്പഴ നിവേദ്യം, അഷ്ടോത്തരാർച്ചന എന്നീ വഴിപാടുകൾ നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ചെയ്തുകൊണ്ടാൽ
ദോഷങ്ങൾ മാറി സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക, മുക്കാല, രോഹിണി, മകീര, തരയും ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവക്കൂറിലുള്ളത്. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സഫലീകരിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. പൊതുവിൽ അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുന്നതിന് സാധിക്കും. ദീർഘകാലമായി പണി നിർത്തിവച്ചിരുന്ന ഗ്രഹത്തിൻ്റെ പണി ആരംഭിക്കുന്നതിനും അല്ലെങ്കിൽ പുതുതായി ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുകയും അതുപോലെ ലോണ് വല്ലതും അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണും ഒക്കെ കൃത്യമായ സമയത്ത് തന്നെ ലഭിച്ച് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹിത്യ സൃഷ്ടികൾ പൂർത്തീകരിക്കുന്നതിനും അതിലൂടെ മെച്ചപ്പെട്ട അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനും ഒക്കെ അനുകൂലമായ സാഹചര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനോ സാധിക്കുകയും അതിലൂടെ തന്നെ ഉന്നതമായ വിജയം കൈവരിക്കുകയും പുതിയ കോഴ്സുകൾ ഒക്കെ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ സന്തോഷകരമായ അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഗ്രഹത്തിൽ അനാവശ്യമായ ചില തർക്കങ്ങളും ചില സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ വന്നുകൂടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. ദോഷഫലങ്ങളെ ലഘൂകരിച്ച് സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവന് ധാര, പുറവിളക്ക്, കൂളത്തിലെ മാല, ശ്രീരുദ്രാഭിഷേകം എന്നിവ നടത്തുകയും ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. നാഗപ്രീതിക്കായി നാഗരാജാവിന് പാട്ട് പാടിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകീരത്തര, തിരുവാതിര, പുണർത്തിൽ മുക്കാലും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ദീർഘകാലമായി രോഗങ്ങൾ ആയി ചികിത്സയിൽ കഴിയുകയും ആ ചികിത്സയ്ക്കായി ധാരാളം പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഈ തൊഴിൽ മേഖല ഈ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കർമ്മമേഖലയിൽ വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ ഗുണകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായ ഒരു കാലഘട്ടം ആണ്. ദീർഘകാലമായി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരുന്നു എങ്കിൽ ആ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും ലോണുകൾ അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ എന്നിവ യഥാസമയം ലഭിക്കുകയും ചെയ്യുന്നതാണ്. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ പൂർത്തീകരിക്കുന്നതിനും ആ തൊഴിലിൽ നിന്നും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്നതിന് കഴിയുകയും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതിന് കഴിയുകയും ചെയ്യും. ദീർഘകാലമായി വിവാഹം ആലോചിക്കുകയും എന്നാൽ വിവാഹം നടക്കാതിരിക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ്. അപ്രതീക്ഷിതമായി തന്നെ വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലായി കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും പ്രോത്സാഹനവും ഈ നക്ഷത്രക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത. സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും. കലാമേഖലയിൽ കലാകാരന്മാർക്ക് കലാമേഖലയിൽ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ആദായം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നെയ്യഭിഷേകവും തിലപായസവും ശാസ്താവിന് അഷ്ടോത്തര മന്ത്രാർച്ചനയും നടത്തുക. നിത്യവും നാരായണനാമം ജപിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ത്രിശതി മന്ത്രാർച്ചനയും നടത്തിക്കൊണ്ടാൽ ദോഷങ്ങൾ മാറി സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കർക്കിടകക്കൂറ്. ഉണർത്തിൽ കാലും പൂയവും ആയില്യവും കൂടി ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങിയതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരും. നമ്മൾ ഇപ്പോൾ നടക്കും എന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാവുകയും അതിലൂടെ വളരെയധികം സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ് ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ആണ്. സംസാരത്തിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുകയും അതുമൂലം നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പൂർവിക സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ പൂർവികമായ കിട്ടിയിരുന്ന സ്വത്തുക്കൾ വിൽക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടം ആണിത്. അതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ഈ സംസാരവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുകയില്ല. സത്സന്താനത്തിനായി ദീർഘകാലമായി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് സന്താന ലഭ്യതയ്ക്കായി അല്പം കൂടി കാലതാമസം ഉണ്ടാകുന്നതാണ്. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി നിത്യവും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാരായണനാമം ജപിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും നെയ്വിളക്കും കദളിപ്പഴ നിവേദ്യവും തുളസിമാലയും നടത്തുക. ശാസ്താവിന് നീരാഞ്ജനവും അഷ്ടോത്തരാർച്ചനയും നടത്തുക. ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൽ കാൽ ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങിയതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ദേഹത്ത് മുറിവ് പൊള്ളൽ ഏൽക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകളുള്ള ഒരു കാലഘട്ടമായാൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശുഷ്കാന്തിയോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ മാറി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ദീർഘകാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നതും എന്നാൽ നടക്കാതിരുന്നതുമായ പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിനൊക്കെ കഴിയുകയും സർക്കാരിൽ നിന്നും മെച്ചപ്പെട്ട സഹായങ്ങൾ ലഭിക്കുകയും നമുക്ക് ലഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. കേസ്, വഴക്ക്, തർക്കം ഇവയൊക്കെ പരിഹരിച്ച് മുന്നോട്ടും പോകുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുകയും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാഗരാജാവിന് നിലവറപ്പായസവും പാട്ടും പാടിക്കുകയും ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും മൃത്യുഞ്ജയാർച്ചനയും നടത്തുക. കന്നിക്കൂറ്. ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്തിരയരയും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ മേഖലയിൽ വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ നിന്നും അവർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെയുള്ള അനുകൂലമായ സാഹചര്യം ആണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അല്പം കൂടി കാലതാമസം ഉണ്ടാകുമെങ്കിലും അവർക്ക് ഉത്തമമായ ബന്ധങ്ങൾ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വ്യവസായ മേഖലയിൽ പുത്തൻ ഉണർവ് ഉണ്ടാവുകയും ആ മേഖലയിൽ അവർക്ക്
വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വിദേശത്ത് ജോലിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ പൊതുവെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവുകയും സമാധാനവും സന്തോഷവും കുടുംബജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും. സന്താനലബ്ധിക്കായി ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന യുവാക്കൾക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതിനും അനുകൂലമായ സാഹചര്യമാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ആ മേഖലയിൽ തന്നെ പുത്തൻ ഉണർവുണ്ടാവുകയും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. തുല, ചിത്തിരാര, ചോതി, വിശാഖത്തിൽ മുക്കാലും ചേർന്ന 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അപ്രതീക്ഷിതമായ ഫലഭാഗ്യവും വന്നു ചേരുകയും അതിലൂടെ തന്നെ സമാധാനവും സന്തോഷവും ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിന് കഴിയുകയും അതിലൂടെ തന്നെ അവർക്ക് മനസ്സമാധാനവും സന്തോഷവും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ദീർഘകാലമായി രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങൾ കുറയുന്നതിനും ആ രോഗങ്ങൾ കുറയുന്നതിലൂടെ അവർക്കുണ്ടായിക്കൊള്ളുന്ന സാമ്പത്തികമായ നഷ്ടങ്ങളെ ലഘൂകരിക്കുന്നതിന് കഴിയുകയും ചെയ്യും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിൽ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാധിക്കും. ലോണുകൾക്കായി അപേക്ഷിച്ച് കാത്തിരുന്നവർക്ക് ലോണുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയത്ത് തന്നെ ലഭിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നു. പുതുതായി തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഒക്കെയുള്ള ഒരു കാലഘട്ടം ആണ്. പൊതുവിൽ തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ കാലഘട്ടം വളരെ മെച്ചപ്പെട്ടതാണ്. ഐശ്വര്യ സമൃദ്ധിക്കായി നിത്യവും നാരായണനാമം ജപിക്കുക. വൃശ്ചികക്കൂറ്, വിശാഖത്തിൽ കാല്, അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അധിക ചിലവുകൾ വന്നു ചേരും. അധിക ചിലവുകൾ വന്നു ചേരും. കുടുംബാംഗങ്ങളിൽ പലർക്കും രോഗാവസ്ഥ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഈ രോഗം ഉണ്ടാകുന്നതിലൂടെ തന്നെ അധികമായ സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുകയും ചെയ്യും. ദീർഘകാലമായി വിവാഹം ആലോചിച്ചിരുന്നവർക്ക് വിവാഹത്തിന് ഇനിയും കാലതാമസം അനുഭവപ്പെടുകയും സന്താനങ്ങളിൽ നിന്നും സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതകളും ഈ കാലഘട്ടത്തിൽ കാണുന്നു. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിത്യവും നാരായണനാമം ജപിക്കുക, പാവങ്ങൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്യുക, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും തിലപായസവും നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാരയും നടത്തിക്കൊണ്ടാൽ ദോഷങ്ങൾ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തതായി ധനുക്കൂറ്. മൂലം, പൂരാടത്തിൽ ഉത്രാടത്തിൽ കാലും ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങിയതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ദീർഘകാലമായി വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്ന യുവാക്കൾക്ക് വിവാഹങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ദീർഘകാലമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന യുവാക്കൾക്കും വിവാഹത്തിലൂടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയും. ഭാഗ്യത്തിന് ചിലപ്പോഴെങ്കിലും ഇപ്പോൾ നടക്കും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും വളരെ പെട്ടെന്ന് ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായ അവസ്ഥയാണെങ്കിൽ പോലും പലപ്പോഴും നിരാശ തോന്നുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ ദുഃഖം തോന്നുന്ന അപ്രതീക്ഷിതമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ
വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനും സാധിക്കും. മാതാവിൻ്റെ സ്നേഹത്തിനും ലാളനകൾക്കും പാത്രീഭവിക്കുന്നതിനും അതിലൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സന്തോഷവും ഉന്മേഷവും ഒക്കെ കൈവരിക്കുവാനും കഴിയും. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അവർ ചെയ്യുന്ന തൊഴിലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതും ആണ്. നിയമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ, കേസുകൾ എന്നിവ വിജയകരമായി പര്യവസാനിക്കുന്നതിനുള്ള സാധ്യതകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നെയ്യഭിഷേകവും തിലപായസവും നിവേദ്യവും നടത്തുക, ഭദ്രാളി ദേവിയെ ഭജിക്കുകയും ചെയ്തുകൊണ്ടാൽ ദോഷങ്ങൾ മാറി സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയും. മകരക്കൂറ് ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, ഔട്ടത്തരയും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ശാരീരികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയറിങ്ങും അതുപോലെ വാഹന സംബന്ധമായ അധികം ചിലവുകളും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല യാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തുന്നതിനും വിവാഹാദി മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. എന്നാൽ ഈ മകരക്കൂറിൽ ജനിച്ച യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടക്കുന്നതിന് അല്പം കൂടി താമസം ഉണ്ടാവുകയും സന്താന ലബ്ധിക്കായി പ്രാർത്ഥനയിലും ചികിത്സയിലും ഒക്കെ കഴിയുന്നവർക്കും സന്താന ലബ്ധിക്കായി അല്പം കൂടി കാലതാമസം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദ്വാദശ മന്ത്രാർച്ചന, കദളിപ്പഴ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ഭദ്രകാളിക്ക് തൃശ്ശതി മന്ത്രാർച്ചനയും കടുംപായസ നിവേദ്യവും നടത്തുക, നാഗരാജ ക്ഷേത്രത്തിൽ നാഗരാജാവിന് പാലഭിഷേകവും നൂറും പാലും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനും കഴിയും. കുംഭക്കൂറ് ഔട്ടത്തരയും ചതയവും പൂരിട്ടാതി മുക്കാലും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ദേഹത്തിന് അലസത അനുഭവപ്പെടുകയും ദീർഘകാലമായി അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതിന് അവർക്ക് കഴിയും. സന്താനങ്ങളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ ചികിത്സയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന യുവാക്കൾക്ക് സന്താനലബ്ധിക്കും അനുകൂലമായ സാഹചര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൽ അല്പം അലസത നേരിടുന്ന ഒരു കാലഘട്ടം ആണ്. അതിനാൽ തന്നെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്നത്ര വിജയം കൈവരിക്കുന്നതിനു സാധിക്കുകയില്ല. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നവർക്ക് അവ പുനരാരംഭിക്കുന്നതിനും സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള ലോണ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ എന്നിവ യഥാസമയം ലഭിക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുവിൽ ഗൃഹാന്തരീക്ഷം വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കുമെങ്കിലും ഈ അപ്രതീക്ഷിതമായി പേരുദൂഷ്യം കേൾക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ കൂടുതൽ കരുതലോടും ശ്രദ്ധയോടും കൂടി ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഈശ്വരഭജനവും ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗരാജാവിന് നെയ്വിളക്ക്, പാൽപായസ നിവേദ്യം, അഷ്ടോത്തരാർച്ചന, സർപ്പസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ചെയ്തുകൊണ്ടാൽ
ദോഷങ്ങൾ മാറി സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയും. മീനക്കൂറ് പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതിയും ചേരുന്ന 2.25 നക്ഷത്രമടങ്ങിയതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ഭവനത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി സ്തംഭിച്ചിരുന്ന ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ ഗ്രഹത്തിൽ കയറി താമസിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം തന്നെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി അപേക്ഷിച്ചിരുന്ന ലോണുകൾ ലഭിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായ സാഹചര്യം ആണ്. വിശേഷ വസ്ത്രങ്ങളും വിശേഷ ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകളും ഈ കാലഘട്ടത്തിൽ കാണുന്നു. സന്താനലബ്ധിക്കായി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിനും അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇത്. വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യവസായ മേഖലയിൽ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിനും അതിലൂടെ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കഴിയും. കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നതിനും അതിലൂടെ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതനാവുന്നതിനും കഴിയുന്നതാണ്. മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മത്സ്യമേഖലയിൽ നല്ല ലാഭം ഉണ്ടാകുന്നതിന് അനുകൂലമായ സാഹചര്യം ആണ് എന്നുള്ളത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട പുതിയ ഉപകരണങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള അവസരവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശാസ്താക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിന് നെയ്യഭിഷേകം നടത്തുക, അല്ലെങ്കിൽ പഞ്ചാമൃതാഭിഷേകം നടത്തുക, ശാസ്ത്ര സൂക്ത മന്ത്രം കൊണ്ട് ശാസ്താവിന് അർച്ചന നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്നതാണ്.